പഠിച്ച റബ്ബ് ആലമിലാകെ നൂറായി പഠിച്ചവനേ പഠിപ്പിനാകെ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തട്ടേ കാണാൻ. അപ്പൊ ചെയ്യാൻ ഞാനെന്നുള്ളത് പെരിന്തൽമണ്ണക്കടുത്ത് അമ്മിനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിന്നൊരു വൈറലായിട്ടുള്ള ഒരു ഫാമിലിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നത്. ഒരു ഫാമിലിയിൽ 4 മക്കളാണുള്ളത്. ഒരു വാപ്പാക്കും ഉമ്മാക്കും 4 മക്കള്, 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടി. ഇവര് 4 പേരും ഒരേപോലെ പാട്ടുകാരാണ്. ആ ഫാമിലിയെ പറ്റി ചിന്തിച്ചു നോക്കി, എന്ത് രസമായിരിക്കും അല്ലേ? ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. ചില്ലറ വെറും പാട്ടുകാരല്ല കേട്ടോ, ഒരുപാട് ആൽബങ്ങളിൽ പാടിയതാണ്. കോടിക്കണക്കിന് ആളുകൾ അവരുടെ വീഡിയോ കണ്ടതാണ് യൂട്യൂബിലും മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ. അങ്ങനത്തെ വൈറലായിട്ടുള്ള ഒരു ഫാമിലിയുടെ മുറ്റത്താണ് ഞാൻ എന്നുള്ളത്. ഇന്ന് അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. നേരെ ആ വൈറൽ ഫാമിലിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. വാ. അപ്പോൾ ചങ്ങന്മാരെ, ആ വൈറലായിട്ടുള്ള ആ ഒരു ഫാമിലി മെമ്പേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. അതെ, 5 പേരുണ്ട് കേട്ടോ. ഫസ്റ്റ് ജ്യേഷ്ഠ മൂത്ത മാനിൽ തുടങ്ങാം. പേരെന്തായിരുന്നു? അബ്ദുള്ള യാമിൻ. ഇത് ഇവരുടെ വാപ്പയാണ് കേട്ടോ. ഇക്കാന്റെ പേര് നൗഷാദ്. ഇത് നമ്മള് കുഞ്ഞി പാത്തു. എന്താ പേര്? അംന യുംന. ഒക്കെ വെറൈറ്റി പേരാട്ടോ. അടുത്ത ആള് അബ്ദുള്ള അയാൻ. നെക്സ്റ്റ് ഐമൻ. ഒക്കെ ഒരു വെറൈറ്റി പേരാണ്. ഇത് ഇവന് വൈറൽ സിംഗറാണ്. എല്ലാവരും ഇവനടക്കം. ഇവന്റെ ഒരു പാട്ട് എത്രയോ കോടിക്കണക്കിന് ആളുകളാണ് ഉണ്ടാവും അല്ലേ? 85 ലക്ഷം, അഥവാ 1 കോടിയോളം ആളുകൾ കണ്ടതാണ്. അതേമാതിരി പാത്തുമ്മയും പാടിയിട്ടുണ്ട് അല്ലേ? ഇതിൽ ആൽബത്തിലൊക്കെ പാടിയിട്ടില്ലേ? ആ, പിന്നെ മൂത്ത ജ്യേഷ്ഠൻ പിന്നെ ഡിഗ്രിക്കല്ലേ പഠിക്കണേ. ഇവന് ഒരുപാട് ആൽബങ്ങൾ പാടിയിട്ടുണ്ട്. ഇവിടേക്ക് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇക്കാരെ പേര് ഞാൻ മറന്നു. നൗഷാദ്. ഇവര് 4 പേരും ഈ വീട്ടിലെല്ലാരും ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടാണോ? അങ്ങനെ ഉമ്മാന്റെ ആ ഒരു സിദ്ധിയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? ആ, ഓക്കെ. ഉമ്മ നന്നായിട്ട് പാടുമായിരുന്നു. നിങ്ങൾക്ക് ആ പാട്ടിന്റെ ഇത് വന്നിട്ടില്ല? എന്തായാലും പിന്നെ 4 മക്കൾക്കും വന്നിട്ടുണ്ട്. ഇവര് പഠനത്തിന് എങ്ങനെ? ഉഷാറാണ് അല്ലേ? ആവറേജ് ആണ്, മോശമല്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും അത് നമുക്കൊരു പാട്ട് പാടിയാലോ? ഏത് പാട്ട് പാടാ? ഏതാണ് അടിപൊളിയായിട്ട് പാടിക്കോ. ഓ, അടിപൊളി. ഇനി ഇതേട്ടോ, ഇവരൊക്കെ ഒരുപാട് പാട്ടുകൾ നമുക്ക് കേൾക്കാനുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനിതിൽ അത്ഭുതപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാപ്പാൻ്റെ 4 മക്കളും, അഥവാ 3 ആണും 1 പെൺകുട്ടിയും അതിസുന്ദരമായിട്ട് പാടും. വെറുതെ ഒരു പാട്ടുകാരല്ല, ഇവരൊക്കെ അത്യാവശ്യം പ്രൊഫഷണൽ ടച്ചുള്ള പാട്ടുകാരാട്ടോ. ഇവര് ഡിഗ്രിക്കാണ് പഠിക്കണത് അല്ലേ? ഡിഗ്രി എവിടെ പഠിക്കുന്നത് പറഞ്ഞേ? ചെറുപ്പുളശ്ശേരി. ഓക്കെ. അതേപോലെ തന്നെ ഇവനൊക്കെ ഇഷ്ടംപോലെ ആൽബങ്ങളിൽ പാടിയതാണ്. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കണ്ട് പരിചയമുള്ള മുഖങ്ങളായിരിക്കാം ഒരു പക്ഷേ. ഒരുപാട് എല്ലാ ആൽബം സോങ്ങും മാപ്പിളപ്പാട്ടുള്ള കൂടുതൽ പാടിയിട്ടില്ലേ? മധുഹ ഗാനങ്ങൾ അല്ലേ? എല്ലാവരും പാടിയിട്ടില്ലേ? പാത്തുമ്മ അടക്കം പാടിയിട്ടില്ലേ? പാത്തുമ്മ വിളിക്കണ നോക്കണ്ടേ? ഞങ്ങളെ സ്നേഹത്തോടെ വിളിക്കണേ. വീട്ടിൽ പാത്തുന്നല്ലേ വിളിക്കല്? ആ, അതാണ്. അപ്പോൾ ഇനി പിന്നെ ഇവരുടെയൊക്കെ കുറച്ച് പാട്ടുകൾ നമുക്ക് കാണണം. അത് നമുക്ക് പുറത്തുനിന്ന് അടിപൊളിയായിട്ട് കേൾക്കാം. അപ്പോൾ പിന്നെ മൂത്ത ആൺകുട്ടി, ഏറ്റവും വലിയ ആൺകുട്ടിയാണ് ഇനി നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ പോണത്. ഏത് പാട്ടാണ് പാടണേ? കണ്ണീരിൽ മുങ്ങി. ആ, ഓക്കെ. ഒരു ഓൾഡ് മാപ്പിളപ്പാട്ട് അടിപൊളിയായിട്ട് പാടിക്കോ. അല്ലാതെ ആരുമില്ലൊരു കാവല്, അറിവിൻ്റെ നീരിഞ്ഞായി തേടുമീ വേഴാമ്പല്. അല്ലാതെ ആരുമില്ലൊരു കാവല്, അറിവിൻ്റെ നേരിഞ്ഞായി തേടുമീ വേഴാമ്പല്. ഓരോരോ കാലാടി കബറിലെ കാണിന്നോർക്കാതെ ഓടിത്തളർന്നു ഞാൻ തെറ്റിൻ
പാതയിൽ വല്ലാതെ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫരിദാനെ. ഓ നൈസ്, സബാഷ്, അടിപൊളി അടിപൊളി അടിപൊളി. പാട്ട് പഠിക്കണ്ടോ? ഇല്ലല്ല, ആരും പഠിക്കണില്ല? നിങ്ങളാരും പഠിക്കണില്ല അല്ലേ? കൊറോണന്റെ മുമ്പ് 2-3 മാസം കുറച്ചൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഓ നൈസ്. എന്നാലും പാട്ട് പഠിക്കണമെങ്കിൽ അടിപൊളിയാവും കേട്ടോ. അടുത്തത് ഏറ്റവും ചെറിയ ആൺകുട്ടി. ഏത് പാട്ട് നമുക്ക് പാടാൻ പറ്റും അടിപൊളിയായിട്ട്? ഓ ആയിക്കോട്ടെ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത്. ഓക്കെ, റെഡി. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തട്ടേ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തട്ടേ. കൽപ്പിച്ചോറപ്പേ നീ തേടിയ മലമുത്ത് കണ്ണിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ്. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തട്ടേ. ഓക്കെ, അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ ഇനി നമുക്ക് പാടാൻ പോണത് ഒരുപാട് ആൽബം. എത്ര ആൽബം പാടിക്കണു? അറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നല്ല, ഓർമ്മയില്ലാതാണ് അർത്ഥം. ഒരുപാട് മധുഹ ഗാനങ്ങൾ പാടിയ ഒരാളാണ്. അപ്പോൾ നമുക്ക് വേണ്ടി നല്ലൊരു അടിപൊളി പാട്ട്. ഇനി ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരു 4 പേരും നിർത്തിയിട്ട് ഒരു സൂപ്പർ പാട്ടും കൂടി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. എന്നൊരു അടിപൊളി പാട്ട് പഠിക്കാം. കാത്തിരുന്ന മുഹബ്ബത്തിൻ കസ്ർവാതിൽ തുറന്ന് കാതിലിമ്പം തൂടി കൊട്ടും മംഗളരാവാണിത് മംഗളരാവാണിത്. പൂത്ത മലരിന് നേർത്ത പരിമളം കോർത്തു അണ്ടാൾ ചാമൈന്. പൂത്ത മലരിന് നേർത്ത പരിമളം കോർത്തു അണ്ടാൾ ചാമൈന്. പൂരണത്തികവൊത്തൊരു പന്തൽ മാരൻ മങ്ങാണിത് മാരൻ മങ്ങാണിത്. കാത്തിരുന്ന മുഹബ്ബത്തിൻ കസ്ർവാതിൽ തുറന്ന് കാതിലിമ്പം തൂടി കൊട്ടും മംഗളരാവാണിത് മംഗളരാവാണിത്. ഓക്കെ, നൈസ് നൈസ് നൈസ്. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പാട്ട് പാടാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് വാപ്പയാണോ ഉമ്മയാണോ? അതോ രണ്ടുപേരുമാണോ? രണ്ടുപേരുമാണ്. ഈ ഒരു സിദ്ധി അഥവാ ഉമ്മാക്ക് പാടാൻ കഴിവുണ്ട് അല്ലേ? ആ ഒരു സിദ്ധിയാണ് നിങ്ങൾക്ക് 4 പേർക്കും കിട്ടിയിട്ടുള്ളത്. ഇത് അപൂർവം ചില കുടുംബങ്ങളിൽ മാത്രം സംഭവിക്കുന്ന റെയർ കേസാണ് ഇത്. ഒരു അല്ലെങ്കിൽ ഫാമിലിയിലെ മക്കൾ മുഴുവൻ പാട്ടുകാർ എന്നുള്ളത്. എന്തായാലും പിന്നെ ഭാഗ്യം സിദ്ധിച്ചവരാണ്. പാട്ടിൻ്റെ കാര്യം അറിയാമല്ലോ, പടച്ചവന് ഇഷ്ടപ്പെട്ടവർക്ക് പാടാൻ കഴിവ് കൊടുക്കുള്ളൂ എന്നൊക്കെയാണ് ആളുകളൊക്കെ പറയണത്. എന്തായാലും പോട്ടെ, ഒരുപാട് പാടി പാടി ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് 4 പേര് നിന്നിട്ട് ഏതെങ്കിലും ഒരു നല്ല മാപ്പിളപ്പാട്ടോ പിന്നെ വേറെ എന്തെങ്കിലും ഒരു, നിങ്ങൾ മാപ്പിളപ്പാട്ട് മാത്രമേ പാടുള്ളൂ അതോ മറ്റുള്ള സിനിമ പാട്ടുകളൊക്കെ പാടും? എല്ലാം പാടുമല്ലോ, എല്ലാ കാറ്റഗറിയും പാടും. അപ്പോൾ നമുക്ക് നമ്മളെ ഓഡിയൻസിന് വേണ്ടിയിട്ട് കേൾക്കാൻ പറ്റിയ ഒരു അടിപൊളി ഏതെങ്കിലും ഒരു അടിപൊളി പാട്ട്. പാത്തുമ്മ പാടില്ലേ 4 ആളും? ആ. എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു ഞാൻ ഇരുന്നു ഒന്നു മിണ്ടുവാൻ. എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു ഞാൻ ഇരുന്നു ഒന്നു മിണ്ടുവാൻ. എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ മണവാട്ടി പെണ്ണാണു നീ. എന്റെ വേഴാമ്പൽ കിളിയാണു നീ, എന്റെ പൊന്നാമ്പൽ പൂവാണു നീ. എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു ഞാൻ ഇരുന്നു ഒന്നു മിണ്ടുവാൻ. ഓക്കെ, അപ്പോൾ ഒരുപാട് നന്ദി. നല്ല അടിച്ച പൊളി പാട്ട് പാടി. എന്തായാലും പാത്തുമ്മ നല്ല അടിപൊളി പാട്ടുകാരത്തിയാണ് കേട്ടോ. ആ എത്രയിലാണ് പഠിക്കണമെന്ന് പറഞ്ഞേ? UKG. നീ എത്രയിലാണ് പഠിക്കണേ? 4. മറ്റവൻ്റെ നമ്മൾ പറഞ്ഞു ഡിഗ്രിക്കാണെന്നുള്ളത്. ഇത് 9th 9ലാണ് പഠിക്കണേ. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഒരു ബൈ ബൈ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു മ്യൂസിക് ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഒരു ബിഗ് ബൈ, ഒരു ഹായ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.